ഇതുപോലെ തന്നെ ഈ കൈയും നമ്മൾ ഷോൾഡറിൽ പിടിച്ച് പോകുന്നു. 1 2 3 4 5. എന്നിട്ട് നമ്മൾ ഈ കൈ വെച്ചൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അയഞ്ഞ് വരുന്നത്. പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈ താഴ്ത്തിയിടുക. എന്നിട്ടിങ്ങനെ 1 2 3 4 5 അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്യും. നമസ്കാരം. കുറച്ചധികം പേർക്ക് ഷോൾഡർ ടൈറ്റാകുന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതൽ. കമ്പ്യൂട്ടറിലാണെങ്കിലും ഫോണിൽ എന്തെങ്കിലും ചെയ്യുക, എഴുതുക, അവർക്കെല്ലാം ഷോൾഡറിന് കൈക്കൊക്കെ പെയിൻ ഉണ്ടാവാറുണ്ട്, ഇവിടെ നീർക്കെട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറാനുള്ള ഒരു ചെറിയ വർക്കൗട്ട് സെക്ഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ നിൽക്കുക. ഇപ്പം നിന്നിട്ട് നമ്മൾ ഇരുന്നിട്ടുള്ളവരാകുമ്പോൾ ബോഡി ഒന്ന് നന്നായിട്ട് ഇവിടെ ഭിത്തിയിലോട്ട് ഇങ്ങനെ ഒന്ന് ചേർന്നിട്ട് നന്നായിട്ട് നിന്നിട്ട് കൈ ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ കൈ നിങ്ങൾക്ക് ഒന്നെങ്കിലും കെട്ടി വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇഷ്ടം പോലെ ചെയ്യുക. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ടൊന്ന് ഇങ്ങനെ നിൽക്കുക. വീണ്ടും നമ്മൾ തിരിച്ച് ഇങ്ങനെ വെക്കുക. പിന്നെ ഈ കൈ ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇവിടുത്തെ കൈ നിങ്ങൾ അയച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ നിന്നിട്ട് കൈകൾ ഇങ്ങനെ ഒന്ന് ബോഡിയിൽ നിന്ന് അയച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ അയക്കുന്നതനുസരിച്ച് മുകളിലോട്ട് പൊക്കുക, താഴുക, മുകളിലോട്ട് പൊക്കുക, താഴുക. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിക്കൊന്ന് നമ്മൾ അത്രയും ചെയ്തതിൻ്റെ ആ ഒരു വേദന ടൈറ്റ്നെസ് ഒക്കെ മാറാനായിട്ടാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കൈ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് കൂപ്പുക. 1 2 3 ഇങ്ങനെ 4. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര പുറകോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് കൈ വീണ്ടും നമ്മൾ അയച്ചു കൊടുക്കും. എപ്പോഴും നമ്മൾ കൈ ഒന്ന് അയച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ നേരെ കൈ എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് തുടങ്ങും. 1 2 3 4 5 6 അങ്ങനെ ചെയ്യുക. അത് നമുക്ക് ഓരോ ദിവസവും ഈ കൈ ഇങ്ങനെ എത്തിച്ചെത്തിച്ച് നമുക്ക് പുറകോട്ട് വരുത്താൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത ഇല്ലെന്ന് ഇങ്ങനെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്ര മാത്രം ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ നോക്കുക. അതുപോലെ ഇപ്പുറത്തെ കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കൈകൾ ഒന്ന് കറക്കിയെടുക്കുക, തിരിച്ച് കറക്കുക. അത്രയും ചെയ്യുക നിന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത് ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കാല് രണ്ടും ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ആദ്യം ഈ കാലിനും കൈയും കൂടെ ഇങ്ങനെ പുറമേ ഇട്ടൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാലിലോട്ട് ഈ കൈ പിടിക്കാനുള്ള ഒരു കാര്യം നമുക്കൊന്ന് ബേസ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് കഴിയുമ്പം ഈ കൈ തിരിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കാലൊന്നിങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷോൾഡർ ശരിക്കും അയ്യോ ഇങ്ങനെ ഇറുകും അയവ്. ഷോൾഡറിന് മസിലിന് ഒന്ന് അയവ് വരും, ഒന്ന് ടൈറ്റ് വരും, വീണ്ടും അയവ് വരും, ഒന്ന് ടൈറ്റ് വരും. അപ്പോൾ അങ്ങനെ അയഞ്ഞ് ടൈറ്റായാണ് ഇതൊന്ന് അയഞ്ഞ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പം കാല് നിർത്തിയിട്ട് നമ്മളൊന്ന് കാലും അയച്ചു കൊടുക്കണം. കൈയും നിങ്ങളൊന്ന് റെസ്റ്റായിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി കൈ. അപ്പം നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇരിക്കാൻ പറ്റില്ലാത്തവർ ബോഡി ഇങ്ങനെ ചാരി വെക്കുന്നു. അത് നമ്മൾ പുറമെ കൈയിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഈ കൈ പിടിക്കുന്നത് കാലുമായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ ഉള്ളിൽ കൂടി ഇട്ട് പിടിച്ചിട്ട് നമ്മുടെ ഷോൾഡർ കൈ ഒന്നിച്ച് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കാലൊന്നഴിഞ്ഞു, കൈ ഒന്നഴിഞ്ഞു. ഇന്ന് വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും നമ്മുടെ ഭാഗം ടൈറ്റ് കൂടും, നമ്മുടെ ഷോൾഡറും ടൈറ്റ് കൂടും. അപ്പോൾ നമ്മൾ ഇരുന്നൊന്നും അനങ്ങുന്നൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥയാണത്. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു വർക്കൗട്ട് സെക്ഷൻ ചെയ്യുക. അതുപോലെ നിന്നിട്ടുള്ളതും ചെയ്യുക. എന്നും ഇതിങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കാലും കൈകളും ഒന്നിച്ച് സ്ട്രെച്ച് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ സാധാരണ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കാലും നമ്മൾ ചെരിച്ചിട്ടിട്ട് ഇങ്ങനെ പിടിക്കാവുന്നു. അപ്പോൾ ചെരിച്ചിട്ടിട്ട് പിടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ബോഡി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നീണ്ടുവരും. അപ്പോൾ നമ്മുടെ കൈക്ക് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. കാലും ചെരിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പുറത്തെ കാല് വീണ്ടും സാധാ നമ്മളിങ്ങനെ പിടിക്കണം. ഇതിന് നമുക്ക് ചെരിച്ചിടാം. കാല് നമ്മൾ ചെരിച്ച് വെച്ചു, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഇവിടെ ഭാഗത്തൊക്കെ പെയിൻ ഉണ്ടാവും. പെയിൻ ഉണ്ടെങ്കിൽ അന്നേരം റിലീസ് ചെയ്യുക. എന്നിട്ടൊന്ന് റെസ്റ്റ് കൊടുക്കുക. വീണ്ടും കൈ നമ്മൾ അയച്ചു കൊടുക്കണം. എപ്പോഴും നമ്മുടെ കൈയുടെ ഭാഗങ്ങൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് പിന്നെ ഇരുന്നിട്ട് ചെയ്യേണ്ടതാണ്.
കൈവിരൽ ഇങ്ങനെ നമ്മളിങ്ങനെ കൈവിരൽ പിടിക്കുന്നു. 1 കുടഞ്ഞ് കളയാം. 2 3 4 5 6 7. എന്നിട്ട് നമുക്ക് നല്ലൊരു പ്രഷർ എടുത്ത് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത്ര ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.